പ്രവേശനോത്സവ ദിവസം തന്നെ സ്കൂളിലെ ശോചനീയമായ അവസ്ഥയിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധം. ആലപ്പുഴ കോയിൽമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ 2 മുറികളിലാണ് 4 ക്ലാസുകളും സ്റ്റാഫ് റൂമും പ്രവർത്തിക്കുന്നത്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ കുട്ടനാട് MLA റെജി ചെറിയാൻ സ്കൂൾ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് അറിയിച്ചു. ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് ആകെ എത്തിയത് ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയും ഇരുന്ന് പഠിക്കേണ്ടത് 2ലെയും 3ലെയും 4ലെയും കുട്ടികൾക്കൊപ്പം. ഈ ദുരവസ്ഥയ്ക്ക് കാരണം സ്കൂളിലെ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലാത്തതാണ്. സ്കൂളിൽ ഫിറ്റ്നസ് ഉള്ളത് 2 മുറികളുള്ള പുതിയ കെട്ടിടത്തിന് മാത്രം. പഴയ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണികൾ നടത്താത്തതുകൊണ്ടാണ് ഫിറ്റ്നസ് ലഭിക്കാത്തത്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് സ്കൂളിന് മുൻപിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പഞ്ചായത്ത് അകത്തിരിക്കുന്ന മെമ്പർമാരോ ഇവരോ അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, പുറത്ത് നിൽക്കുന്നവരാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും വിഷയം നടന്നു. ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി ഈ പരിസര പ്രദേശത്തേക്ക് വന്നു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ വിഷയത്തിൽ മന്ത്രിയും സ്ഥലം MLAയും ഇടപെട്ടു. യുദ്ധകാലാടിസ്ഥാനത്തിൽ പഴയ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഫിറ്റ്നസ് നൽകുമെന്ന് MLA റെജി ചെറിയാൻ ഉറപ്പു നൽകി. ഈ 2 ക്ലാസിന്റെ പ്രശ്നമാണ് എത്രയും പെട്ടെന്ന് പരിഹരിക്കും. അടുത്ത 48 മണിക്കൂറിൽ പരിഹരിക്കും, സംശയമില്ല. എന്നാൽ രക്ഷിതാക്കൾ ഇതിൽ തൃപ്തരല്ല. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും വരെ പ്രവേശനോത്സവമോ ക്ലാസോ നടത്താൻ അനുവദിക്കില്ല എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ.